PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ മലക്കം മറിഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമാൻ വി ശിവൻകുട്ടി. ഞങ്ങൾക്ക് PM ശ്രീ പദ്ധതി വേണ്ട, അതിന്റെ ഒരു കാശ് ഞങ്ങൾക്ക് തരണ്ട. PM ശ്രീ പദ്ധതി കേരളത്തിൽ ഞങ്ങൾക്ക് വേണ്ട, ഒരു കാരണവശാലും അംഗീകരിക്കുന്നതിന് വേണ്ടി കഴിയില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. പൊതുകാര്യമല്ലേ, നിങ്ങളും ഈ കുട്ടികൾക്ക് ഫണ്ട് കിട്ടട്ടെ എന്നുള്ള നിലപാടെടുക്കുക. നമ്മുടെ കുട്ടികളല്ലേ, നമ്മൾ എന്തിനാ ഈ ഫണ്ട്? കേരളം PM ശ്രീയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹമായ സമഗ്ര ശിക്ഷ ഫണ്ട് തടഞ്ഞുവച്ചിരിക്കുകയായിരുന്നു. PM ശ്രീയിൽ കേരള ഗവൺമെന്റ് ഒപ്പിട്ടതോടുകൂടി കൂടുതൽ ഫണ്ടുകൾ കേരളത്തിന് ലഭിക്കുമെന്നും മന്ത്രി ശ്രീ വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനുണ്ടെന്ന് ശ്രീ MA ബേബി പ്രസ്താവിച്ചു. ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് ചർച്ച ചെയ്ത് ഒരു അഭിപ്രായം രൂപീകരിക്കട്ടെ. അത് രൂപീകരിച്ച് കഴിയുമ്പോൾ അതിന്മേൽ ഓരോന്നും ഇപ്പൊ പ്രവർത്തിക്കുന്നത് LDF ഗവൺമെന്റ് ആണല്ലോ. അവര് ചർച്ച ചെയ്തൊരു അഭിപ്രായം രൂപീകരിച്ച് കഴിയുമ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ അതോ അത് തന്നെ അംഗീകരിക്കാവുന്നതാണോ എന്ന് പിന്നെ CPM-ന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് തീരുമാനിക്കാൻ കഴിയും. ഇപ്പൊ മതിയല്ലോ. എങ്ങനെ ഈ നരേന്ദ്രമോദി നയിക്കുന്ന ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ രംഗത്തെ നയം വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുകയാണ് ഒന്ന്, മറ്റൊന്ന് സകലതും കേന്ദ്രീകരിക്കുകയാണ്, മറ്റൊന്ന് വർഗീയവൽക്കരിക്കുകയാണ്. 3 C ആണ്: സെൻട്രലൈസേഷൻ, കമ്മ്യൂണലൈസേഷൻ, കമേഴ്സ്യലൈസേഷൻ. ഇത് 3 അവിടെ ഉറച്ചു നിൽക്കുകയാണ് ഇടതുപക്ഷം. എന്നാൽ കേരളം PM ശ്രീയിൽ ഒപ്പിട്ടത് BJP-യും CPM-ഉം തമ്മിലുള്ള രഹസ്യ ധാരണകളുടെ പുറത്താണെന്ന് പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ സംബന്ധിച്ച് ഉറച്ചു നിൽക്കുകയാണ് SFI ചെയ്യുന്നതെങ്കിൽ ഈ സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യാൻ SFI-യെയും DYFI-യെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അതല്ല, പിണറായി വിജയൻ സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും വാഴ്ത്തുപാട്ടുകൾ പാടുക എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം എന്നാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ SFI നേതാക്കന്മാർ ഇടയ്ക്കെങ്കിലും ഒന്ന് പുറം തടവി നോക്കുന്നത് നല്ലതാണ്. നട്ടൽ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇന്നലകളിൽ വിളിച്ച മുദ്രാവാക്യത്തോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഭിമുഖ്യം ഓർക്കുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ സർക്കാരിനെതിരായ സമരപരിപാടികൾക്ക് ഇറങ്ങണം.